Camera rolling. Action. Yes. Powerful പേരെന്ന് പറഞ്ഞേ. അർസ്ലാൻ ഖുറൈശി. അയ്യോ. കെട്ടിപ്പിടിച്ചോട്ടെ. ഷെയ്ഖ് അബ്ദുള്ള. അതോ ഫാൻസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ? നല്ല ഫാൻസ് ഉണ്ട്. മാളെല്ലാരും പോകുമ്പോ എല്ലായിട്ടും ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആരാ ഗേൾ ഫ്രണ്ട്സ്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആദ്യം സിനിമ കാണാറുണ്ടോ? ഏതാ ഏറ്റവും ഇഷ്ടമുള്ള നടൻ? റോക്കി ബൈ. Violence. I love cute violence. എന്തിലായ വഴക്ക് പറയുന്നത് ആരാ? ഉമ്മയാണോ വാപ്പയാണോ? ആരുമില്ല, ഞാൻ അടിച്ചു കൊല്ലും. ബാച്ച്. ഞാൻ മാക്രി ഒന്നുമല്ല. ഹലോ എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ നേഹ മാത്യു. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വൈറലായിക്കൊണ്ട് ഒരു റാമ്പൊക്കെ ചെയ്ത് ഫുൾ പോസ് ഒക്കെ ചെയ്ത് നമ്മൾ തന്നെ വണ്ടടിച്ചു പോകും. ഇതേ ഈ വാവ എങ്ങനെയാണ് ഇത്രയും അടിപൊളിയായിട്ട് റാമ്പ് നടക്കുന്നത് നമുക്ക് അത് തന്നെ നമ്മുടെ ഗസ്റ്റ് തന്നെ പറയണം. ആറ്റിറ്റ്യൂഡ് കിങ്. നമ്മുടെ റാമ്പിലൊക്കെ തകർത്താടുന്ന നമ്മുടെ സ്വന്തം ആദ്യക്കുട്ടനാണ് നമ്മുടെ ഇവിടെ എന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞു, ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വരായിരുന്നു വാവയുടെ ശരിക്കത്തെ പേരെന്നാന്ന്. ആ ഗെറ്റ് മറ്റേ സ്ട്രോങ് പവർഫുൾ പേരെന്ന് പറഞ്ഞേ. ഇനി അർസ്ലാൻ ഖുറൈശി. അപ്പൊ അർസ്ലാൻ ഖുറൈശി ഉണ്ട്, നമ്മുടെ അർസ്ലാൻ ഖുറൈശിയുടെ വാപ്പയുണ്ട്, ഷെറിൻ ചേട്ടനും ഉണ്ട്. അപ്പം രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ. അപ്പൊ രണ്ടുപേരും സുഖമായിട്ടാണ് ഇരിക്കണേ? അതു എല്ലാം പഠിപ്പിച്ചെന്ന വാപ്പയാണോ? അപ്പൊ എല്ലാം സ്റ്റൈലിങ്ങും എങ്ങനെ നടക്കണം പോസൊക്കെ പറഞ്ഞിരുന്ന വാപ്പയാണോ? ഈ ആദ്യം തന്നെ ചോദിക്കട്ടെ, കൊണ്ടുവിടുന്ന വാപ്പിയ? എല്ലാത്തിനും അപ്പൊ കൂട്ടു നിൽക്കുന്ന വാപ്പയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഫോട്ടോ എടുക്കുന്ന ഓളിന്റെ ഓളാണ്. അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഈ ആറ്റിറ്റ്യൂഡ് കിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ശരിക്കും ഈ പോസൊക്കെ എവിടുന്ന് എങ്ങനെ വരുന്നു? ഇല്ല, ശരിക്കും അത് ആദ്യമൊക്കെ അത് അവൻ്റെ തന്നെയാണ്. നമ്മൾ വേറെ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ആകെപ്പാട് പഠിപ്പിച്ചു കൊടുക്കുന്ന വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു ലൈനുണ്ട്, ആ ഒരു ലൈൻ കറക്റ്റ് വാക്ക് ചെയ്യണം. അത് മാത്രമേ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോ ഈ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതാണെങ്കിലും തിരിയുന്നതാണെങ്കിലും എല്ലാം ഇവന്റെ കയ്യിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ തന്നെ എല്ലാം. അതു പറയുന്ന കേട്ടില്ലേ, ഫുൾ കയ്യിൽ നിന്ന് ഇടുന്ന നമ്മുടെ. ഇത് നേരത്തെ ചോദിക്കട്ടെ, ഇതെന്നാ സംഭവം? നമ്മളിവിടെ വന്നപ്പോ തൊട്ടുണ്ടല്ലോ, നമ്മൾ വന്നപ്പോ തൊട്ട് നമ്മൾ ഇതാണ്. ഇതാരാണ്? ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഇതാ അത് സ്ക്വയർ. പിന്നെയോ ഇത് പറ കേക്കട്ടെ, പറ കേക്കട്ടെ പ്ലീസ്, കേക്കട്ടെ. എന്നതായിരുന്നു ഇത്? അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇതാണ് ഇപ്പൊ ഉമ്മച്ചിയുടെ വയറ്റിലുള്ളപ്പം പഠിപ്പിച്ചാന്ന്. ആ കഥ ഒന്നുകൂടെ പറഞ്ഞുതരാമോ? ഞാൻ ഉമ്മയുടെ വയറ്റിലാണ്. അപ്പൊ ഉമ്മിനെ കാണാൻ പറ്റോ? അപ്പൊ ഞാൻ ഉമ്മിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഉമ്മയോടെ അടിപൊളിയാണ്. ഉമ്മയുടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അത് എങ്ങനെയാ കാണിച്ചു കൊടുത്തേന്നും കൂടെ പറ. എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞു. ഷെയ്ഖ് അബ്ദുള്ള. ഓ, ഷെയ്ഖ് അബ്ദുള്ള. അതോ അയ്യോ, സ്മാർട്ട് ബോയ് ആണ്. അപ്പം ഇല്ല വയ്യ, ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നിട്ട് പക്ഷെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. എന്തോ ഏത് വണ്ടിയിലാന്ന് ഗസ് ചെയ്യാം. അത് പറഞ്ഞോ, ഏത് വണ്ടിയിലാന്ന്? ഹോണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു വന്ന സമയത്തൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ വരുമ്പോ ഒക്കെ? ഫാൻസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ? നല്ല ഫാൻസ് ഉണ്ട്. എന്താണ് വന്ന് ഫാൻസ് ഒക്കെ വന്ന് എന്താ അതിനോട് ആദ്യം പറയണേ? ഇഷ്ടപ്പെട്ടു തന്നെ വന്നിട്ട് ഉമ്മയൊക്കെ തരുന്നുണ്ടോ? ആണ്, ഇങ്ങനെയാണോ ഉമ്മ വരുന്നത്? ഞാനൊരു ഉമ്മ നോട്ടെ, തിരിച്ചു ഉമ്മ വരുമോ? അയ്യോ, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ചെല്ലുമ്പോ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് അതിന്റെ
ഇതിന് വേണ്ടിട്ട് ശരിക്കത്തെ പഠിച്ചോടുന്ന അതുൽ സാറാ. അതുൽ സാറാണ് അതുൽ സാറാണ് റാംബോക്കിൽ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്റ്റെപ്പുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ അതുലിനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതെല്ലാം 2 ക്ലാസ്സിൽ ഗ്രാസ്പ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ. സെക്കൻഡ് ക്ലാസ് എന്ന് വെച്ചാൽ ശരിക്കും ഒറ്റ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും. പിന്നെ 2ാമത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ബാംഗ്ലൂരിൽ ഷോയ്ക്ക് ഒരു കോറിയോ അതുലിനാണ് അനൗൺസ് ചെയ്തത്. അന്നാണ് വേറൊരു സംഭവം കൂടെ പഠിച്ചത്. അത് ഇൻസ്റ്റയിലുണ്ട്. പക്ഷെ ശരിക്കും അത് ഒരു വട്ടം മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് നിൽക്കുന്നു. അത് നമ്മൾ വെയിറ്റിംഗ് അല്ലേ, നടന്ന് നിൽക്കുന്ന മാത്രം കാണിച്ചു കൊടുത്താൽ. To the death, this is nothing but a test for my brethren, for my loved ones and my element. This be my throne, this my ring, I'm the king. This is what I represent, I am destined to win. Forgive me for my sins as I walk through the valley. This war about to begin as I go part to part. Fist blessed from God, you know what I am and you know what I lost as I fight. കെട്ടിപ്പിടിച്ചോട്ടെ. ഓ ഫാൻസ് ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് ഫാൻസ് ഇല്ലെങ്കിലേ ഉള്ളൂ ആദു. ഇതൊക്കെ കണ്ടിട്ട് ഫാൻസ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് ഫാൻസ് ഉണ്ടാവുക? അപ്പൊ ശരിക്കും ഉണ്ടല്ലോ ശരൺ ചേട്ടാ, ഇത് എങ്ങനെയാണ് ശരിക്കും ആദു ഇങ്ങനൊരു റാമ്പിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് എങ്ങനെയാ മനസ്സിലാവുന്നത്? ആദ്യമായിട്ട് മനസ്സിലായി ശരിക്കും. ഞാൻ അന്നേരം സ്ഥലത്തില്ല, എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ വൈഫും മോനും വൈഫിന്റെ ചേട്ടത്തിയും ചേട്ടനും കൂടാണ് ഒരു ഷോയ്ക്ക് ഇങ്ങനെ പോയത്. ജസ്റ്റ് അത് ഒരു ഷോ കാണാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് ഇവനും പറഞ്ഞു ഞാനൊന്ന് നടക്കട്ടെ എന്ന് ചോദിച്ചു അവിടെ. അപ്പൊ അന്ന് ആൾക്ക് ഒരു 2.75-3 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പം ശരി അവരിപ്പോൾ പറഞ്ഞു. അപ്പോൾ അവരാദ്യം പറഞ്ഞു ഇല്ല പറ്റത്തില്ല, അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവനും അവിടെ കിടന്ന് നിർബന്ധം പിടിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു ഒരു വട്ടമല്ലേ ഉള്ളൂ, ഒരു ആഗ്രഹം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നൊരു വീഡിയോയിലുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് നടന്നോട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ല നടന്നോട്ടെ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്. ജസ്റ്റ് അവൻ പോയി ഇങ്ങനെ നിന്ന് ഒരു പോസിറ്റീവ് കാണിച്ച് തിരിച്ച് ഓടി വന്നു. നിൽക്കാൻ പോലും പറ്റുന്നില്ല രീതിയിൽ, ആദ്യമായിട്ടല്ലേ. അപ്പം ഈ വീഡിയോ എന്നെ ഇവർ കാണിച്ചു അവിടെ ഷോയ്ക്ക് ഇതുപോലെ നല്ലതായിട്ട് വാക്ക് ചെയ്ത് എന്നെ വീഡിയോ കാണിച്ചു. അപ്പോൾ വൈഫ് തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നെങ്കിൽ ഇവനെ ഈ ഒരു ലെവലാക്കിയതിൽ ഒരു 90% എൻ്റെ വൈഫിൻ്റെ തന്നെ സത്യം. വെച്ചാൽ അവൾ തന്നെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് എങ്കിൽ നമുക്കൊരു ഷോയ്ക്ക് വിട്ടാലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പം വൈഫ് തന്നെ ഒരു സംഭവം രജിസ്റ്റർ ചെയ്തു, ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസിൻ്റെ ഋതു സാരംഗി എന്ന് പറഞ്ഞു. അപ്പം അവരുടെ ഷോയ്ക്ക്, അപ്പോൾ അത് ഒരു ഡിസൈനർ ഷോ ആണ്. അവൻ്റെ ഫസ്റ്റ് റാമ്പായിരുന്നു. AMO വെച്ചാൽ ഫാഷൻസിൻ്റെ ഒരു ഇവിടുത്തെ ഒരു സംഘടനയാണ്, അവർ തന്നെ നടത്തിയ ഫസ്റ്റ് ഷോ ആയിരുന്നു. അതായിരുന്നു ഇവൻ്റെ ഫസ്റ്റ് വാക്ക്. ശരിക്കും ഉള്ളത് അന്ന് ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അന്ന് വൈറലാവും. നീ ഇപ്പം വെയിറ്റ് ചെയ്യും, ഇപ്പൊ ആക്റ്റീവ് ആയി അങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഫുൾ ആക്റ്റീവ് ആയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ എന്താ സീക്രട്ട് പറഞ്ഞ ഇങ്ങനെ തംസ് അപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ? ഞങ്ങൾ പുറത്ത് പോകുന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ പറയണ്ട. ഓക്കെ, ഞാൻ പുറത്ത് വന്നു. ഫസ്റ്റ് വാക്ക് ഭയങ്കര ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ആൾക്കും ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞല്ലേ, 3 വയസ്സല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് 2 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്ത് ഷോ ഉണ്ടായിരുന്നു. ഈ AMOടെ തന്നെ സെക്കൻഡ് ഷോ, രണ്ടാമത്തെ. അതിൽ ഗസ്റ്റ് ആയിരുന്നു. ഓ ഗസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് വാക്ക് കിടന്ന റാമ്പില് അവരുടെ തന്നെ അടുത്ത ഷോയില് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ചീഫ് ഗസ്റ്റ് ആയിരുന്നു. എന്റെ ദൈവമേ, അപ്പം ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ തന്നെ. അപ്പം അവര് മറ്റേ ദീപം തെളിയിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഭയങ്കര അത്ഭുതം, ഞാൻ എന്താ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ ഇപ്പോഴും അറിയില്ല അവൻ എന്താണെന്നോ എന്താ ചെയ്യുന്നതെന്നോ. അവനിപ്പം ആൾക്കാർക്കെല്ലാം അറിയാവുന്നോ അതൊന്നും അവനറിയില്ല. എന്തോ ഒന്ന് നടന്നു എന്നറിയാലേ, എന്തോ ഒരു സംഭവം ഉണ്ട്, ആൾക്കാർക്ക് അറിയാം, പക്ഷെ എങ്ങനെയാന്ന് അറിയത്തില്ല അല്ലേ കറക്റ്റ് ആയിട്ട്. ഇവിടെ ഓഫ് ദേ ചാടി മറിഞ്ഞൊക്കെ ഇപ്പൊ നമ്മള് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതും ഇപ്പൊ തിരുവനന്തപുരത്ത് പോയില്ലായിരുന്നോ ഷോയ്ക്ക് ഗസ്റ്റ് ആയിട്ട്? അപ്പൊ ഗസ്റ്റ് ആയിട്ട് പോയപ്പോ എന്താ തോന്നിയേ? പെട്ടെന്ന് എല്ലാരും കൂടെ എണീറ്റ് അതിനുവേണ്ടി കൈയടിക്കുന്നു, അത് ദീപം കൊളുത്തുന്നു. അപ്പൊ എന്താ തോന്നിയത്? ദൈവമേ ഞാനൊരു സംഭവമായി പോയി, അങ്ങനെയൊക്കെയാണോ തോന്നിയേ? ഭയങ്കര സന്തോഷമായിരുന്നോ? സന്തോഷമായിരുന്നു. എന്നിട്ട് ചിരിച്ചോണ്ട് നടക്കണം.
എന്തിന് ട്രഡീഷൻ ചിരിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. മറ്റേ റൗണ്ടിലൊക്കെ ഫുൾ ആറ്റിറ്റ്യൂഡ് അല്ല. ഈ ആറ്റിറ്റ്യൂഡ് കിങ്, അത് ആറ്റിറ്റ്യൂഡ് കിങ് എന്നുള്ളത് നമ്മള് ഇതാക്കി. എനിക്ക് ഈ ഇതൊന്ന് കാണിച്ചു തരുമോ? ഇതും കൂടെ. അയ്യോ. അപ്പം പിന്നെ ഉള്ള ഏറ്റവും നമ്മുടെ അതുവിന്റെ മെയിൻ ആണ് അതിന്റെ ഹെയർ സ്റ്റൈലും. വാപ്പിയ, എല്ലാ വാപ്പിയ. അപ്പൊ ആ ഹെയർ സ്റ്റൈൽ ശരിക്കും പണ്ട് തൊട്ടേ മുടി വളർത്തി അങ്ങനെ വെക്കുന്നതായിരുന്നു. പണ്ട് മുതലേ മുടി വളർത്തുന്നതാണ്. നല്ല മുടിയാണ് എന്റെ വലിയ കൊച്ചിന്. എന്തിനാ നല്ല മുടിയാ. പണ്ട് മുതലേ എന്റെ മുടി ഇങ്ങനെ കെട്ടിയിരിക്കുന്നു. കെട്ടി ഇപ്പൊ കെട്ടാൻ ഇഷ്ടമാണോ? കെട്ടി ഇങ്ങനെ മുകളിലേക്ക് ബണ്ണൊക്കെ കെട്ടി ഇങ്ങനെ വെക്കാൻ? ഞാനേ ഇന്നലെ മുതലേ കെട്ടിയോണ്ട് നടക്കുന്ന. ഇന്നലെ മുതൽ കെട്ടിയോണ്ടാണ് നടക്കുന്നത്. വയറുള്ള എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും 10 മില്യൺ അടിക്കാറാണ്. നമ്മള് എപ്പോഴും നടക്കാതെ സൂക്ഷിച്ചൊക്കെ നടക്കണം. ഇപ്പൊ സൂക്ഷിച്ചൊക്കെ നടന്നിപ്പോ വൈറൽ സ്റ്റാർ ആറ്റിറ്റ്യൂഡ് കിങ് ആയിട്ട് ഇരിക്കുവല്ലേ. അപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. നടക്കാൻ എല്ലാരും വരാറുണ്ട്. അതെ. ആരാ ഗേൾ ഫ്രണ്ട്സ്? ആരാ ഗേൾ ഫ്രണ്ട്സ് ഉള്ളതെന്ന് ചോദിക്കുന്നു. ഗേൾ ഫ്രണ്ട്സ് ഫാൻസ്. പക്ഷെ അത് ഞാൻ വിടൂല. വാ വാ ചോദിക്കട്ടെ. മറ്റേ ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടോ അതിന്റെ അടുത്ത് വന്നിട്ട്? എന്താ വന്ന് പറയാറ് അതിന്റെ അടുത്ത്? ഉപ്പയും ഉമ്മയൊക്കെ ഉള്ള സമയത്ത് ഉപ്പയമ്മയൊക്കെ കാണണ്ടാണോ എന്ന് പറയണേ? അയ്യോ. ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നടക്കുമ്പം അതിന് ആ ഹോൾ നടത്തത്തിലൊക്കെ ഏറ്റവും ഇഷ്ടം എന്താ? ഈ ഡ്രസ് ചെയ്യുന്നതാണോ, നടക്കുന്നതാണോ, ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണോ, ആൾക്കാരിങ്ങനെ അതിനായിട്ട് ക്ലാപ്പ് അടിക്കുന്നതാണോ? എന്താ അതിന് ഏറ്റവും ഇഷ്ടം? എണീറ്റ് നിന്ന് ക്ലാപ്പ് അടിക്കും എല്ലാരും. അതാണോ അതിന് ഏറ്റവും ഇഷ്ടം? അതിന്റെ അകത്ത് എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഭയങ്കരമായിട്ടും. അതാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടം. പാതുവിന് മനസ്സിലാവുന്നുണ്ട്. പാതുവിന് കുറെ ആൾക്കാർക്ക് അറിയാം. അതിനെ കുറെ പേർക്ക് ഇപ്പൊ അറിയാം. അതും ഇപ്പം വൈറലായി ഫേമസ് ആയി കേരളത്തില്. അത് അതിന് മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ മുതലോ? ഇന്നലേക്ക് മുമ്പേ. അതെ, അത് കുറച്ച് നാളായിട്ട് ഇപ്പൊ ഫേമസാ. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ മോളിലാണെങ്കിലും അല്ലെങ്കിൽ നോക്കും, പറയും ബാപ്പി എന്നതേ അവര് നോക്കുന്നു. മാളെല്ലാരും പോകുമ്പോ എല്ലായിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അയ്യോ. അപ്പൊ അതിന് ഇഷ്ടമാണോ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? ഇഷ്ടാ. ആൾക്കാർ വന്ന് ഇപ്പം നമ്മുടെ ഗേൾ ഫാൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഓ എന്തൊരു സുന്ദരനാന്നൊക്കെ പറയുന്ന സമയത്ത് ഇഷ്ടമാണ്. അതെ. പക്ഷെ എന്റെ ഒരു കാര്യം എന്താ ഇങ്ങനെയൊക്കെ? അതെ, ഈ സ്റ്റൈലാണ്, ഈ ആറ്റിറ്റ്യൂഡാണ് മെയിനായിട്ടും. ആദ്യം സിനിമ കാണാറുണ്ടോ? ഏതാ ഏറ്റവും ഇഷ്ടമുള്ള നടൻ നടിമാരൊക്കെ? ആരാ? റോക്കി ബൈരയാണ് ഏറ്റവും ഇഷ്ടം. റോക്കി ബൈര മറ്റേ എന്തേലും സ്റ്റൈലൊക്കെ ഉണ്ടോ? അത് ശരിയാട്ടോ, മുടിയൊക്കെ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ഫുൾ സ്റ്റൈലിഷ്. റോക്കി ബൈര എന്തെങ്കിലും ആക്ഷൻ കാണിക്കുവോ? Me, I earn fly. A B C D E F G H I J K L M N P Q R S T W X Y Z. ഇനി 1 2 3 1 2 3 4 5 6 7 8 9 10 11 12. പക്ഷെ അങ്ങ് പൊക്കോണ്ടിരിക്കൂലേ? 1 2 3 4 5 6 7 8 9 10 11 12 16 11 12 20 21 22 23 21. ഗുഡ് ബോയ് ആണ്. പക്ഷെ ഇത്ര ചെക്ക് ചെയ്യാനല്ലേ? ഇവിടെ പോലീസ് ഉണ്ടോ? ഇവിടെ പോലീസ് ഉണ്ട്. ആക്ച്വലി ഞാൻ ശരിക്കും ഒരു പോലീസാണ്. ഞാൻ ഇന്ത്യവറായിട്ട് ഇടയ്ക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും ഒരു പോലീസാണ്. നോക്കി ചിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലില്ലേ ഒരു സെൽഫി ബാച്ച് ഉണ്ട്. തലകൊണ്ടൊക്കെ അടിക്കാൻ മരിച്ചു പോവോ? അത് വെച്ച് എന്റെ തലമുണ്ടിക്ക് അടിക്കുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്? വേറെയാണ്. അതിന് ഈ റാംബോ ഒക്കെ അല്ലാണ്ട് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ എന്താ? ലുലു പോരാണോ? പണ്ടൂരെ പോയിട്ട് വെള്ളത്തിൽ കളിക്കാനാണോ ഏറ്റവും ഇഷ്ടം? വള്ളം. ഓ വള്ളം. ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ അത് പേടിയാവത്തില്ലേ? വയറിക്കിളിയൊക്കെ ആവത്തില്ല ഇങ്ങനെ പറന്നങ്ങ് വരുമ്പോഴത്തേക്കും? ഇല്ല, ഇഷ്ടം നെഹി. ഞാൻ മറ്റേ ഭയങ്കര റിസ്ക് ഒക്കെ എടുക്കുന്നത് ചില്ലായിട്ടുള്ള. ഒരു പേടിയും ഇല്ല. പേടിയുള്ള എന്ത് കാര്യമുള്ള? അങ്ങനെ എനിക്ക് ഒരു പേടിയില്ലെന്ന് പറഞ്ഞാ മനസ്സിലായി. എനിക്ക്
ഞാൻ കരയും. അപ്പൊ എനിക്ക് അയച്ചു കൂടുതലില്ല. അതുകൊണ്ട് ഞാൻ വലിയ സ്ഥാനത്ത് കയറാൻ പോയി. അപ്പൊ അന്നത്തും ചോദിച്ചത്തില്ല എന്നെ. അപ്പൊ ഞാനും എല്ലാ റൈഡിലും കേട്ടില്ലല്ലോ ഹൈറ്റ് ഇല്ല आपका नाम क्या है? പൂരി പൂരി. पूरी पूरी मेरा नाम आदू है मेरा नाम आर्सलान ഖുറൈശി. ആദ്യമല്ലേ എപ്പോഴും പറയും ആർസലാൻ ഖുറൈശി എന്നാണല്ലേ പറയാ. അവസാനത്തെ ഒരു ഞാൻ മാക്രിയാ. എന്താണ് മാക്രി മാക്രി ഒന്നും അല്ല. ആണ്. ഗ്രേറ്റ് ഓക്കെ, ഞാന് അതിനടുത്ത് ഉപ്പനും ഉമ്മേനെ പറ്റി 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. അപ്പത്തേക്ക് ചെറിഞ്ചേട്ടൻ എന്നൊക്കെ. ആരാ കൂടുതൽ കുറച്ചുകൂടി ഇങ്ങനെ സ്ട്രിക്റ്റ്, ഉപ്പയാണോ ഉമ്മയാണോ? ഇങ്ങനെ വാപ്പിയാണ്. വാപ്പിയാണോ? ഉറപ്പിച്ചോ? പക്ഷെ വാപ്പി പറയുന്നത് വാപ്പി അല്ലാതെ സത്യമായിട്ടും എന്തിലായ വഴക്ക് പറയുന്നത് ആരാ, ഉമ്മയാണോ വാപ്പയാണോ? ആരും വഴക്ക് പറയത്തില്ല. രണ്ടുപേരും ഭയങ്കര സ്നേഹം എപ്പോഴും. അപ്പൊ എന്തേലും കുറുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാ? ഞാൻ അടിച്ചു കൊല്ലും. എന്ത് ബാച്ച് എടുത്ത് കൊല്ലും? അപ്പം ഉപ്പയും ഉമ്മയാണെങ്കിലും നിക്കുന്നത് പാവമായിട്ട് നിക്കുന്നത് ആണ്. ഓക്കെ, ആരാണ് കുറച്ചുകൂടി ഇപ്പം ആദ്യം സ്വീറ്റ്സ് ഒക്കെ കഴിക്കണം, മധുരമൊക്കെ കഴിക്കണം, ഐസ്ക്രീം ഒക്കെ കഴിക്കണം, ആരാ ആദ്യം മേടിച്ചു തരാ? ആരാ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ? ഓ യെസ് യെസ് യെസ്. അടുത്തത് ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരാ? ഉപ്പയ്ക്ക് ഉമ്മയ്ക്കല്ലേ? ഒരു കാറിന്റെ ഞാൻ പറയട്ടെ. എന്തോന്ന്? ഹോണ്ട. ഹോണ്ട പിടിച്ചു. കറക്റ്റ്. അതാണല്ലോ BMW. ബെൻസ്. പിന്നെ അടുത്തത് ഇപ്പൊ എക്സൈറ്റിംഗ് കഴിഞ്ഞാൽ ഓഡി. ഇല്ല. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ഇപ്പൊ ബൈ ബൈ നമുക്ക് ഒരുമിച്ച് പറയാം. അതോ ഹൈ ഫൈ? അല്ല അതല്ല. അയ്യോ, ഒരു ഉപ്പ മോൻ ബോണ്ടിങ് ആൻഡ് എവറിത്തിങ് ആട്ടോ നമ്മളിങ്ങനെ എഴുതി കണ്ടോണ്ടിരിക്കണം. നമുക്ക് അവസാനമായിട്ട് ബായ് പറയാം എല്ലാവരോടും. നമ്മളപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരുന്ന് അതിന് എല്ലാ ഫാൻസിനും ഒരു ഹായും ബായും ഒരു ഉമ്മയും കൂടെ കൊടുക്കാവോ? എനിക്കും കൂടെ ഒരു ഉമ്മ വരുമോ? ഇങ്ങോട്ട് വരുമോ? ഓക്കെ, ഇവിടെ നമുക്ക് പറയാം. പാതുവിന്റെ എല്ലാ ഫാൻസിനോടും, എല്ലാ ഗേൾ ഫാൻസിനോടും, എല്ലാവരോടും നമ്മള് സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഉമ്മ ഒരു ഉമ്മയും കൂടെ. അപ്പം എന്തായാലും അതും ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് എനിക്കൊരു ഹഗ് തരുമോ? അയ്യോ, ഓക്കെ. ഇനി ലുല്ലു പോയി നമുക്ക് കളിക്കട്ടെ. കളിക്കട്ടെ.